ഇന്ന് കാണിക്കുന്നത് അരിനെല്ലിക്കായുടെ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇതിന് പലയിടത്തായിട്ട് പല പല പേരുകളൊക്കെ ഉണ്ട്. ഇതേ രീതിയിൽ തന്നെ നാരങ്ങയും നെല്ലിക്കായും അച്ചാറിടാവുന്നതാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ച നെല്ലിക്കായ വെള്ളം തോരാൻ വേണ്ടി ഒരു അരിപ്പ പാത്രത്തിലിട്ട് വെച്ചിരിക്കണം. നന്നായിട്ട് വെള്ളം തോർന്നിരിക്കണം. അതിനുശേഷം ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇതുപോലെ നിരത്തിയിടുക. ഒരുപോലെ ഒന്ന് ലെവലാക്കിയിടുക. കുറേ നേരം ആവിയിലിട്ട് വേവിച്ചെടുക്കരുത്, ഓവറായിട്ട് ഇത് വെന്തു പോകും. ഒറ്റ മിനിറ്റിനുള്ളിൽ ഇത് നല്ലവണ്ണം ആവി കയറ്റിയെടുത്താൽ മതിയാകും. ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി കഴിഞ്ഞാൽ അച്ചാർ ഇട്ട ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ലവണ്ണം ഉപ്പും എരിവും ഒക്കെ പിടിക്കും. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വീണ്ടും ഇങ്ങനെ മൂടി വെച്ചേക്കരുത്, ഓവറായിട്ട് വെന്ത് പോകും. എടുത്ത് മാറ്റി വെളിയിൽ വയ്ക്കുക. ഇനി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിക്കുക. ഒരു 3/4 കപ്പോളം നല്ലെണ്ണ തന്നെ ഒഴിക്കണം അച്ചാറിന്. അപ്പോൾ കെട്ടു പോകത്തില്ല. അച്ചാറിന് അതാണ് ടേസ്റ്റും. ഇനി കുറച്ചേറെ കടുക് ചേർക്കുക. കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരട്ടെ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വെളുത്തുള്ളി ചേർക്കുക. കീറിയെടുത്ത വെളുത്തുള്ളി ഇത് 1/4 കപ്പിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ വേണേലും ചേർക്കാം. കൂടെ തന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർക്കുക. ഇഞ്ചി അത്രയും ചേർത്താൽ മതിയാകും. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ കളർ ഒന്ന് മാറി, അതായത് മൂത്തിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങും. അതായത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലെടുക്കുക. തീയെ നല്ലവണ്ണം കുറഞ്ഞ് തന്നെ ഇരിക്കട്ടെ. ഇതിലോട്ട് 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. കൂടെ തന്നെ മുളക് പൊടി ചേർക്കുക. 1/4 കപ്പിൻ്റെ 1.5 ഭാഗം ചേർത്തിട്ടുണ്ട്. എരിവുള്ളതോ എരിവില്ലാത്തതോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവ ചേർക്കുക. ഇനി അതേ കുറഞ്ഞ തീ തന്നെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പൊടി ഒട്ടും കരിഞ്ഞു പോകരുത്. ചട്ടിക്ക് നല്ലവണ്ണം ചൂടുള്ളത് കാരണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതിയാകും. മുളക് പൊടി മൂത്ത് കിട്ടും. തീ കൂട്ടി വെക്കണ്ട. ഇനി വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കൂടെ ഉപ്പ് ചേർക്കുക. കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് നിൽക്കുന്ന രീതിയിൽ ചേർക്കുക. 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് തിളയ്ക്കാൻ വേണ്ടി വിടുക. നല്ലവണ്ണം ഇത് വെട്ടി തിളയ്ക്കണം. ഏകദേശം 1 മിനിറ്റ് നേരത്തോളം എങ്കിലും നല്ലവണ്ണം വെള്ളം വെട്ടി തിളയ്ക്കണം. ഈ സമയം കൊണ്ട് ഉലുവപ്പൊടിയും കായപ്പൊടിയുടെയും ഒക്കെ ഫ്ലേവർ ആ വെള്ളത്തിൽ നല്ലവണ്ണം മിക്സ് ആയിക്കോളും. ഇനി ഇതിൽ അരിനെല്ലിക്ക ചേർക്കുക. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന അരിനെല്ലിക്ക 5 കപ്പ് ഉണ്ടായിരുന്നു. ആവി കയറ്റിയെടുത്ത അരിനെല്ലിക്ക വേറെ നനവുള്ള പാത്രത്തിലൊന്നും മാറ്റി വെക്കരുത്. പെട്ടെന്ന് അച്ചാർ കേടായിപ്പോവും. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് അല്പം മുന്നേ നിൽക്കുന്ന രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുക. ഈ ഒരു പരുവത്തിൽ കുറച്ച് ലൂസാക്കി എടുത്ത് കഴിയുമ്പോഴത്തേന് നല്ലവണ്ണം തണുത്തതിന് ശേഷം ചാറ് അല്പം കൂടി ഒന്ന് കുറുകും. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഇത്രയും ചാറ് വേണ്ട, കുറച്ചുകൂടി ഒന്ന് കുറുകിയിരിക്കണമെന്നുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. ഇനി ഇതൊത്തിരി വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം ആവി കയറ്റി നമ്മൾ സോഫ്റ്റ് ആക്കിയതാണ്. ഇതാ സൈഡിൽ കൂടി ഇതുപോലെ ഒന്ന് ബബിള് ഒന്ന് തീ കൂട്ടി വയ്ക്കുക. പെട്ടെന്ന് തന്നെ സൈഡിൽ കൂടെ ഒന്ന് തിളച്ച് വരുന്ന പോലെ ഒന്ന് ബബിള് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. നന്നായിട്ട് ആറിയിട്ട് വേണം ഒട്ടും വെള്ളമയമില്ലാത്ത ഗ്ലാസ് ബോട്ടിൽ അച്ചാർ സൂക്ഷിക്കാനായിട്ട്, കെട്ടുപോകാതിരിക്കാൻ. ഓരോ പ്രാവശ്യവും അച്ചാർ എടുക്കുന്ന സ്പൂണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഇത് ഈ ചൂടോടുകൂടി ആറാൻ വേണ്ടി മാറ്റി വയ്ക്കത്തില്ലേ. അപ്പം നമ്മൾ അടപ്പ് പാത്രം വെച്ച് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടപ്പ് പാത്രത്തിനകത്ത് ആവി തട്ടിയിട്ട് അതിൽ വെള്ളം വീഴും. അച്ചാർ പെട്ടെന്ന് കെട്ടുപോകും. ഒരു വലപ്പാത്രം വെച്ച് മൂടി ആറാൻ വേണ്ടി വയ്ക്കുക. നന്നായിട്ട് ആറിയിട്ട് വേണം ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റാനായിട്ട്. പല രീതിയിൽ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. നെല്ലിക്കായും നാരങ്ങായും ഇതേ രീതിയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. ഇനി അരിനെല്ലിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് തരാനും മറന്നു പോവല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.